സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് സ്വാഗതം ചെയ്തുകൊണ്ട് കെ മുരളീധരൻ. എന്നാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് താൻ എതിർത്തിരുന്നു എന്ന കാര്യവും വെളിപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതും ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതുമാണ് താൻ എതിർക്കാനുള്ള കാരണമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വ്യക്തികൾ വരുന്നത് സ്വാഭാവികമെന്നും നാളെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ജോർജ് കുര്യനും വന്നാലും തനിക്ക് സ്വീകാര്യമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു. അതിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു. കാരണം അത് നന്നായി പഠിച്ച പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണ് ഞാൻ. 100% ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് പാലക്കാട്. മുസ്ലിങ്ങൾ കൂടി സ്വാധീനമുള്ള സ്ഥലമാണ്, കോൺഗ്രസിന്റെ ഒരു പ്രധാന വോട്ട് കേന്ദ്രം കൂടിയാണ് മുസ്ലിം. അപ്പോൾ അവരും ഒരു വിള്ളലുണ്ടാക്കാൻ ഒരു സാധ്യതയില്ല. ഇത്ര തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് നടന്ന ഒരാളെ ഈ തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ അവർക്ക് അധികം കോൺഗ്രസ്സുകാരനായി. ഇനി അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പൊ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. അല്ല, ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലാതെ ഞാൻ സന്ദീപ് വാര്യരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഈ രണ്ട് നിലപാട് കാരണമാണ് അദ്ദേഹം വേണ്ടാന്ന് പറയാൻ കാരണം. പക്ഷേ അദ്ദേഹത്തിന് എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് പാർട്ടി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതെനിക്ക് അംഗീകരിക്കണം. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതിൽ ഇട്ടു എന്നല്ല, ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നേരത്തെ ഇടാൻ തീരുമാനിച്ചാണ്. ഇത് രണ്ടും കൂടെ ഒന്നായി പോയി. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല.